ആലീസിന്റെ കിടപ്പുമുറിക്ക് അത്ര വലുപ്പമൊന്നുമില്ല. നടുവിൽ വലിയൊരു കട്ടിലും ചുമരിനോട് ചേർന്ന് അലമാരയും വെച്ചാൽ ഇരുവശത്തും നടക്കാൻ കഷ്ടിച്ച സ്ഥലമേ കാണൂ. ബെഡ്സൈഡ് ടേബിളുകൾ ഒഴിവാക്കിയാൽ ഒരു മേശ വെക്കാൻ ഒരുപക്ഷെ സ്ഥലം കിട്ടിയേക്കും. എന്നാൽ ഒരു അലമാര മാത്രം സാധനങ്ങൾ വെക്കാൻ തികയില്ല, അതിന്റെ പകുതി ഭാഗം ഉപയോഗിക്കാനും കഴിയില്ല. അതുകൊണ്ട് നല്ല ശക്തിയുള്ള അവളുടെ അമ്മ മുറിയിലെ എല്ലാം എടുത്തുമാറ്റി പുതിയതായി സജ്ജീകരിക്കാൻ തീരുമാനിച്ചു. ആദ്യം വേണ്ടത് അത്യാവശ്യമുള്ള ഒരു ചെറിയ ക്ലോക്ക് റൂമാണ്. അതിന്റെ ഒരു ഭാഗം ആലീസിന്റെ ഭംഗിയുള്ള ഉടുപ്പുകൾ വെക്കാനാണ്. മുകളിൽ ഉപയോഗിക്കാത്ത പുതപ്പുകൾ വെക്കാൻ സ്ഥലമുണ്ട്. താഴെയുള്ള 2 വലിപ്പുകളിൽ അവളുടെ അടിവസ്ത്രങ്ങളും പഴയ വിലപിടിപ്പുള്ള സാധനങ്ങളും വെക്കാം. വസ്ത്രങ്ങൾ വശത്ത് വൃത്തിയായി തൂക്കിയിടാനും വർഷങ്ങളായി അവൾ ശേഖരിച്ച നിധികൾ മുകളിലെ തട്ടിൽ വെക്കാനും സൗകര്യമുണ്ട്. ഇതിനെല്ലാം മുകളിലായി ഭിത്തിയിൽ ഒരു മാന്ത്രിക കണ്ണാടി സ്ഥാപിച്ചിട്ടുണ്ട്. അതുവഴി ആലീസിന് ദിവസവും ഭംഗിയായി ഒരുങ്ങി സന്തോഷത്തോടെ ഇരിക്കാം. സ്വപ്നതുല്യമായ ഒരന്തരീക്ഷം നൽകാൻ കനം കുറഞ്ഞ കർട്ടനുകളും തൂക്കിയിട്ടുണ്ട്. അടുത്തതായി അവളുടെ അമ്മ ഗാൽവനൈസ്ഡ് ചതുര സ്റ്റീൽ ഉപയോഗിച്ച് ഉയരത്തിലുള്ള ഒരു കട്ടിലിന്റെ ചട്ടക്കൂട് ഉണ്ടാക്കി. ഒരു ആന്റിയിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി എക്സ്പാൻഷൻ സ്ക്രൂകൾ ഉപയോഗിച്ച് അത് ഭിത്തിയിൽ ബലമായി ഉറപ്പിച്ചു. മുറിയുടെ പ്രതലം സംരക്ഷിക്കാൻ ഫ്രെയിമിന് പുറത്ത് ഒരു ആവരണം നൽകി. അവളുടെ കസിന്റെ വീട്ടിൽ നിന്നുള്ള സോഫ്റ്റ് മേത കൂടി വെച്ചപ്പോൾ അതൊരു മികച്ച കട്ടിലായി മാറി. കട്ടിലിന്റെ മുകൾ ഭാഗത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കാനുള്ള പുസ്തകങ്ങളും ലഘുഭക്ഷണങ്ങളും വെക്കാൻ ഒരു രഹസ്യ അറയുമുണ്ട്. കട്ടിലിന്റെ തലഭാഗത്ത് സ്വിച്ചുകളും സോക്കറ്റുകളും സ്ഥാപിച്ചിട്ടുള്ളതിനാൽ ലൈറ്റ് ഓഫ് ചെയ്യാനോ ഫോൺ ചാർജ് ചെയ്യാനോ ആലീസിന് എഴുന്നേൽക്കേണ്ടതില്ല. കട്ടിലിന്റെ ഫ്രെയിമിനോട് ചേർന്ന് കൂടുതൽ സൗകര്യത്തിനായി മൃദുവായ കുഷ്യനുകളുള്ള വീതിയുള്ള ഒരു മരത്തിന്റെ ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ അവൾ ഉറങ്ങുമ്പോൾ സുരക്ഷിതയായിരിക്കാൻ ബലമുള്ള മരത്തിന്റെ കൈവരികളുമുണ്ട്. കട്ടിലിനടിയിലായി അവളുടെ ചെറിയ സാധനങ്ങൾ വെക്കാൻ അമ്മ 2 ചെറിയ വലിപ്പുകൾ വെച്ചു. അതിനു മുകളിൽ സോഫ്റ്റ് കുഷ്യനുകൾ വെച്ച് അതൊരു സോഫയാക്കി മാറ്റി. ചുമരിനോട് ചേർന്ന് ഒരു ബുക്ക് ഷെൽഫ് വെച്ചിട്ടുണ്ട്. അതിൽ ലൈറ്റുകളും ഘടിപ്പിച്ചിരിക്കുന്നു. ഇത് ആലീസിന്റെ പഠിക്കാനുള്ള പുസ്തകങ്ങൾ വെക്കാൻ അനുയോജ്യമാണ്. ആന്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ മേശ അവിടെ വെച്ചപ്പോൾ ആലീസിന് സ്വന്തമായി പഠിക്കാൻ ഒരിടമായി. ഇപ്പോൾ മാർക്ക് കുറയുമോ എന്ന പേടിയില്ലാതെ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാം. അവസാനമായി ആലീസിന് ഇഷ്ടപ്പെട്ട പരിപാടികൾ സ്റ്റൈലായി കാണാൻ അവർ ഒരു ചെറിയ പ്രൊജക്ടർ വാങ്ങി. ഈ കിടപ്പുമുറി ഒരു തവളയെ കെട്ടിപ്പിടിക്കുന്ന വാൽമാക്രിയെപ്പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാഴ്ചയിൽ അല്പം വിചിത്രമെങ്കിലും അതിഗംഭീരമാണ്.